2024 എൻ്റെ മോസ്റ്റ് പോപ്പുലർ വീഡിയോസിലൊന്നായിരുന്നു ശ്രീലങ്കൻ എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്നത് വേർത്ത് ഇറ്റ് ആണോ എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ആയുഭവാൻ എന്ന് ഗ്രീറ്റ് ചെയ്തിട്ടാണ് നമ്മളെ അവരുടെ സ്റ്റാഫ് കയറ്റുന്നത്. ആയുഭവാൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവ് ലോങ്ങർ ശ്രീലങ്കൻ ലാംഗ്വേജിൽ. അപ്പോൾ അങ്ങനെ ഗ്രീറ്റ് ചെയ്തിട്ടാണ് നമ്മളെ അകത്തേക്ക് കയറ്റുന്നത്. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ പില്ലോസ്, ബ്ലാങ്കറ്റ്സ് പിന്നെ ഹെഡ്സെറ്റും അവൈലബിൾ ആണ്. ഫസ്റ്റ്ലി നമുക്ക് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ആണ് കാണിക്കുന്നത്. മെയിനായിട്ട് ഇവരുടെ സേഫ്റ്റി റെഗുലേഷൻസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിനുശേഷം തന്നെ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത് ഇവരുടെ വെൽക്കം സ്ക്രീനാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്രിഫേർഡ് ലാംഗ്വേജ്, എൻ്റെ കേസിൽ ഇംഗ്ലീഷ് ഞാൻ സെലക്ട് ചെയ്തു. അത് നമ്മൾ സെലക്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് അഥവാ എൻ്റർടൈൻമെൻറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചൂസ് ചെയ്ത ഉടനെ തന്നെ 200 അധികം മൂവീസിനോട് ആക്സസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വളരെയധികം റെസ്പോൺസീവ് ആയിരുന്നു. നല്ല ഒരു സിസ്റ്റം ആയിരുന്നു ഇത്. കുറച്ച് നേരം ഇങ്ങനെ മൂവീസൊക്കെ കണ്ടിരുന്നതിന് ശേഷം വാഷ്റൂം യൂസ് ചെയ്താലോ എന്നുള്ള ചിന്തയിൽ വാഷ്റൂമിൽ പോയി. ആദ്യം തന്നെ എടുത്തു പറയട്ടെ, ടോയ്ലറ്റൊക്കെ വളരെയധികം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് സൂക്ഷിച്ചത്. അതിനുശേഷം ഇവരുടെ എയർ ഹോസ്റ്റസ് അഥവാ എയർ ഹോസ്റ്റ് നമുക്ക് 3 കോഴ്സ് മീലായിട്ടാണ് വന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ബ്രെഡ്, പിന്നെ മീൽസിന്റെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഭയങ്കരധികം ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ബീൻസ്, റൈസ്, പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ട് ഐറ്റംസും ഒരു സാലഡും ഉണ്ടായിരുന്നു. ഇതായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഫുഡ് ഫ്ലൈറ്റിൽ. ഒരുപാടൊന്നും സ്പെഷ്യലായിട്ട് പറയാനില്ല. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഡിഷ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഫുഡ് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇവരുടെ ഡെസേർട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. വളരെയധികം നല്ലതായിരുന്നു. ബെനോഫി പൈയുടെ പുഡിംഗ് ആയിരുന്നു അവർ സെർവ് ചെയ്തിരുന്നത്. എൻ്റെ ഓണസ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തിൽ 4 സ്റ്റാർസും സർവീസിന്റെ കാര്യത്തിൽ 5 സ്റ്റാർസും തന്നെയാണ് പറയേണ്ടത്. പിന്നെ ഇവരുടെ ഇംപ്രൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. 6 ഫ്ലൈറ്റ്സ് ഞാൻ ട്രാവൽ ചെയ്തേക്കുന്നതിൽ 3 എണ്ണവും ഇവരുടെ ഡിലേ വന്നിട്ടുണ്ട്. പിന്നെ കൊളംബോ എയർപോർട്ട് ത്രൂ ആണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അതും ഒരു ഡൗൺ സൈഡ് ആണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കൻ എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്നത് വേർത്ത് ഇറ്റ് തന്നെയാണ്. ഇനി ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട.